ഹലോ, ഇന്നൊരു ലഞ്ചിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചോറ് വിളമ്പി. ഇന്നൊരു കോട്ടയം സ്റ്റൈൽ കുടംപുളി ഇട്ട് വെച്ച തേങ്ങ അരച്ച മീൻ കറിയാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലഞ്ചിന്. അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിൽ നല്ല മീനായിരുന്നു. അപ്പോൾ ഞാനിതൊരു കോട്ടയം സ്റ്റൈലിൽ തേങ്ങയൊക്കെ അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് കുറച്ച് തക്കാളിയൊക്കെ ലാസ്റ്റ് ഇങ്ങനെ മുകളിലിട്ടിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു കറിയായിരുന്നു. നല്ല അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കറിയാണേ. അപ്പോൾ ഈ കറി മാത്രം മതി ഈ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. പക്ഷേ വേറെ ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ തോരൻ ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ട്, ഞാൻ പിന്നെ അതുകൂടെ കുറച്ച് ചൂടാക്കി എടുത്തു. അപ്പോൾ നല്ല മീനിൻ്റെ പേരറിയത്തില്ല, പക്ഷേ നല്ല നല്ല സോഫ്റ്റ്, നല്ല പൊടിഞ്ഞ് വരുന്ന നല്ല സ്മൂത്തായിട്ടുള്ള മീനായിരുന്നു. നല്ല ഐസ്ക്രീം പോലത്തെ മീനായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചൂട് ചോറിനകത്തേക്ക് അത്യാവശ്യം കറിയൊക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചാറ് മാത്രം മതി കഴിക്കാനേ. എന്നിട്ട് ഞാൻ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു എടുത്തു. പിന്നെ ഞാൻ തോരനൊക്കെ കൂട്ടിയിട്ടാണ് ബാക്കി കഴിച്ചത്. എനിക്ക് ഈ മീനിൻ്റെ കഷ്ണമില്ലെങ്കിലും എനിക്ക് മീനിൻ്റെ ഗ്രേവി മാത്രം കൂട്ടിയും തേങ്ങ അരച്ച കറിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ? എല്ലാവരുടെയും ഫേവറേറ്റ് കറി എന്താ ചോറുണ്ണാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എനിക്ക് മീനിൻ്റെ അങ്ങനെ കഷ്ണം മീനിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ കുറച്ച് എല്ലും മുള്ളും ഒക്കെ ഉള്ള കഷ്ണം കൂട്ടാനാണ് കുറച്ചിഷ്ടം. അതിപ്പോൾ ചിക്കൻ ആണെങ്കിലും എനിക്ക് ചിക്കൻ്റെ എല്ലുള്ള കഷ്ണമാണ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ചോറിന് എൻ്റെ മിക്സിങ് രീതിയിൽ ഇങ്ങനെ മിക്സൊക്കെ ചെയ്ത് ഫുള്ളും കഴിച്ചു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.